ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ഓഫറുകളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ 5 മുതൽ മെയ് 31 വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം. ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ 50% വരെ ഡിസ്കൗണ്ട്. 2.5% പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ. വമ്പിച്ച കളക്ഷനുകളുമായി ചെയിൻ ആൻഡ് ബാംഗിൾ ഫെസ്റ്റ്. കൂടാതെ ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. വേഗമാകട്ടെ, ഈ ഓഫറുകൾ മെയ് 31 വരെ മാത്രം. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ഇന്ത്യ ചരിത്രത്തിലെ കറുത്ത ദിനങ്ങൾക്ക് അരനൂറ്റാണ്ട്. ഓർമ്മകൾ പങ്കുവച്ച മുൻ MLA M. ഹംസ. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് ഇന്ന് അരനൂറ്റാണ്ട്. 50 വർഷം പിന്നിടുന്ന വേളയിൽ അന്നത്തെ കറുത്ത ദിനങ്ങളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് മുൻ MLA കൂടിയായ M. ഹംസ. അടിയന്തരാവസ്ഥ കാലത്ത് 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന M. ഹംസയ്ക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. അതും SFI എന്ന സംഘടനയുടെ ക്ലാസ് ലീഡർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് കാരണം. SFIയുടെ നേതാവൊന്നുമല്ല ഞാൻ, പക്ഷെ SFIയുടെ പേരിൽ സ്ഥാനാർത്ഥിയായി ലീഡർ സ്ഥാനത്തേക്ക് മത്സരിച്ച് ഒറ്റയാളെന്ന നിലക്കും ഞാനും കൂടി ആ പഠിപ്പുമുടക്കിൽ പങ്കെടുത്തു. പ്രകടനത്തിന് നേതൃത്വം കൊടുത്തു. അന്ന് രാത്രി എൻ്റെ വീട്ടിൽ വന്ന് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു. എനിക്കത് 13 വയസ്സാണ്. 8ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. അന്ന് രാത്രി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലിട്ടു. പിറ്റേ ദിവസം ജയിലിലടച്ചു. പക്ഷെ അന്ന് അന്നത്തെ ഒരു മജിസ്ട്രേറ്റ് നല്ലൊരു മജിസ്ട്രേറ്റാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. പക്ഷെ നല്ലൊരു മജിസ്ട്രേറ്റ്. എനിക്ക് വേണ്ടി ആ കേസ് വാദിച്ചത് KMC കുറുപ്പാണ്. എൻ്റെ വീട്ടുകാരൊക്കെ പൊതുവിൽ ഒരു കോൺഗ്രസ് അനുഭാവികളാണ്. എൻ്റെ പാർട്ടി എൻ്റെ വീട്ടിൽ നിന്ന് ആരും തന്നെ ഇടതുപക്ഷത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലാക്കിയവരെ ക്രൂരമായി പോലീസ് മർദ്ദിച്ചിരുന്നതായും അതിൽ അന്ന് MLA ആയ പിണറായി വിജയൻ, MA ബേബി എന്നിവരെ അതിക്രൂരമായി മർദ്ദിച്ചതും M. ഹംസ ഓർത്തെടുക്കുന്നു. പക്ഷേ ഈ അടിയന്തരാവസ്ഥയുടെ ഭാഗമായി അറസ്റ്റും അവിടെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിട്ടുള്ള വല്ലാത്ത തീവ്രമായ മാനസിക പീഡനങ്ങളും കയ്യൊന്നും വെച്ചില്ല. കേടായതുകൊണ്ടായിരിക്കണം കയ്യ വെക്കാതിരുന്നത്. അടിയന്തരാവസ്ഥയിൽ അറസ്റ്റ് ചെയ്ത സഖാവ് പിണറായി ഉൾപ്പെടെയുള്ളവരെ ക്രൂരമായി മർദ്ദിച്ച കാലാണ് MLA ആയ സഖാവ് പിണറായി. MLA ആയ സഖാവ് പിണറായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ഒരു കാലാണ്. സഖാവ് MA ബേബി അറസ്റ്റ് ചെയ്ത കാലം. വിദ്യാർത്ഥി നേതാവ് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് പോയത്. SFIയുടെ സംസ്ഥാന പ്രസിഡന്റാണ് MA ബേബി. അവരെ അറസ്റ്റ് ചെയ്തത്. അടിയന്തരാവസ്ഥ കാലത്ത് CPM-നെ തകർക്കാനുള്ള പ്രവർത്തനങ്ങളാണ് പോലീസിനെ കൂട്ടുപിടിച്ച് കോൺഗ്രസ് നടത്തിയതെന്ന് M. ഹംസ പറയുന്നു. ഇടതുപക്ഷത്തെ ഒന്നാമത് തകർക്കാനൊരു അവസരമായിട്ട് കേരളത്തിനകത്ത് 1970 ശേഷം 77 വരെ 75 വരെയുള്ള ഒരു കാലം എന്ന് പറഞ്ഞാൽ അത് തൊഴിലാളി സമരങ്ങളുടെയും സർക്കാർ ജീവനക്കാരുടെ സമരങ്ങളുടെയും ഇടതുപക്ഷങ്ങളുടെ അതിശക്തമായ പോരാട്ടത്തിൻ്റെ കാലാണ്. ഒരു തിരിച്ചുവരവ് ഇനി കോൺഗ്രസിന് സാധ്യമാകുമെന്ന് അവരാരും കരുതിയിട്ടില്ല. അപ്പോൾ അടിയന്തരാവസ്ഥയുടെ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തി പാർലമെന്ററി ഡെമോക്രസി തകർത്ത് തെരഞ്ഞെടുപ്പ് എപ്പോഴെങ്കിലും വന്നാൽ അപ്പോഴേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാക്കാൻ കഴിയുമെന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് പുലിക്കോടൻ നാരായണനെ പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി അതിക്രമം നടത്തിയത്. മാധ്യമങ്ങളടക്കം സെൻസർ ചെയ്താണ് വാർത്തകൾ നൽകിയിരുന്നത്. അന്നത്തെ 13-കാരന് അടിയന്തരാവസ്ഥ എന്താണെന്നോ ഏതാണെന്നോ അറിയില്ലായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് അടിയന്തരാവസ്ഥ എന്തുമാത്രം ഭീകരമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. പിന്നീടാണ് അടിയന്തരാവസ്ഥ എല്ലാം കഴിഞ്ഞ് അപ്പോഴേക്കൊരു 13 വയസ്സെന്നുള്ളൊരു 15 വയസ്സൊക്കെ ആവുന്നു. കുറച്ചുകൂടി നമുക്കൊരു രാഷ്ട്രീയ സാമൂഹ്യ ബോധം ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോഴാണ് ഈ അടിയന്തരാവസ്ഥ ചെയ്ത് എത്ര വലിയ തെറ്റാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാണിച്ചത് എന്ന തോന്നലിലേക്ക് എത്തിയത്. അന്നാണല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ വേണ്ടി മന്ത്രിസഭാ യോഗം ചേരുന്നില്ല. സർക്കുലേറ്റ് റെസൊല്യൂഷൻ എടുക്കുന്നത്. ആ സർക്കുലേറ്റ് റെസൊല്യൂഷൻ എടുക്കുന്ന സന്ദർഭത്തിൽ ജഗജീവൻ റാം എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയുണ്ട്, സീനിയർ കോൺഗ്രസ് നേതാവാണ്. ബഹുഗുണ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവുണ്ട്, സീനിയർ ലീഡറാണ്. ഇന്ദിരാഗാന്ധിയൊക്കെ വലിയ കോൺഗ്രസ് ആളുകൾ. അവരെല്ലാം ഇതിനോട് പറഞ്ഞു ഇത് അപരാധമാണ്. ഒന്നല്ല യുദ്ധം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ യുദ്ധകാലഘട്ടത്തിൽ, അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭം പോലെയുള്ള കാലത്ത് മാത്രം ഉപയോഗിക്കേണ്ട, അസാധാരണമായൊരു സാഹചര്യത്തിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒന്നാണ് അടിയന്തരാവസ്ഥ. ഇത് ദുർവിനിയോഗമാണ്, ചെയ്യരുത് എന്ന് പറഞ്ഞ് അവർ
ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു. ജനപിന്തുണ നഷ്ടപ്പെട്ടതോടെയാണ് കോൺഗ്രസ് പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്ന് എം ഹംസയുടെ അഭിപ്രായം. ഇന്ദിരാഗാന്ധി അതിനൊക്കെ അവഗണിച്ചുകൊണ്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. മാത്രമല്ല, ഇവരെ അറസ്റ്റ് ചെയ്തു. അല്ല, അതിന്റെ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു? ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത്, ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിൻ്റെതല്ലാത്ത ഒരു കാലം ഉണ്ടാകുമെന്ന് ആരും സ്വപ്നം കണ്ടിട്ടില്ല. 1947 സ്വാതന്ത്ര്യം കിട്ടി. 57 ആദ്യമായിട്ട് കേരളത്തിൽ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചത്. ബാക്കി എല്ലാ സ്റ്റേറ്റിലും കോൺഗ്രസ് ആയി ജയിച്ചു. പക്ഷെ 67 ആയപ്പോഴേക്ക് ഇന്ത്യ രാജ്യത്തിലെ 11-12 സ്റ്റേറ്റുകളിൽ കോൺഗ്രസ് അല്ലാത്ത ആളുകളുടെ ഭരണം. 57 ഒരു സ്റ്റേറ്റാണ്. പിന്നീട് 10-11 സ്റ്റേറ്റുകളിൽ കോൺഗ്രസ് പരാജയപ്പെട്ടത്. കോൺഗ്രസ് പരാജയപ്പെടുക മാത്രമല്ല, കോൺഗ്രസ് ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ പോലും കോൺഗ്രസിനെതിരായിട്ടുള്ള വലിയ അസംതൃപ്തി രൂപപ്പെട്ടു. കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടായി. ഇന്ദിരാഗാന്ധിക്കെതിരായി ഇന്ദിരാഗാന്ധിക്കകത്ത് തന്നെ, ആ പാർട്ടിക്കകത്ത് തന്നെ ഇന്ദിരാഗാന്ധിയെ ചോദ്യം ചെയ്യുന്നതോ നേതൃത്വം ഡെവലപ്പ് ചെയ്തു വന്നു. ഈ കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര കലാപവും ഇവരുടെ നടപ്പാക്കിയിട്ടുള്ള സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങളുടെ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, മറ്റു ജീവിത പ്രശ്നങ്ങൾ, ഇതൊക്കെ പരാജയപ്പെട്ടു. ഗവൺമെന്റിലൊക്കെ പരിഹാരം കാണാൻ അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുഭവിച്ച യാതനകളും എം ഹംസ ഓർത്തെടുത്ത് പറഞ്ഞു. ധൈര്യത്തിന്റെ ഉയർന്ന രൂപം, രക്തം കുതിർന്ന MLA ആയിരിക്കുന്ന ഒരാളുടെ അടിയന്തരാവസ്ഥ കഴിഞ്ഞ ശേഷം മാറ്റിയ പിണറായി എന്നിട്ട വസ്ത്രങ്ങൾ സൂക്ഷിച്ചു വെച്ച് അടിയന്തരാവസ്ഥക്കിടയിൽ ഒന്ന് പിന്തിരിക്കപ്പെട്ട ഏതാണ്ട് പകുതിയാക്കപ്പെട്ട ഒരു സമയത്ത് നിയമസഭയിൽ താനിട്ട വസ്ത്രങ്ങൾ എടുത്തുയർത്തിയിട്ടുള്ള പിണറായിയുടെ ഒരു അതിഗംഭീരമായൊരു പ്രസംഗമുണ്ട്. ജനാധിപത്യം ഈ കരുണാകരൻ എങ്ങനെയാണ് കശാപ്പ് ചെയ്തത് ചോദിച്ചത്. ഒരു MLA ഒരുപാട് യാതനകളും വേദനകളും അനുഭവിച്ചിട്ടാണ്. വേദനകൾ അനുഭവിച്ചു എന്ന് മാത്രമല്ല, അന്നുള്ള ശരീരത്തിനേറ്റ പരിക്കുകളുടെ എല്ലാ ബുദ്ധിമുട്ടും പിണറായി അനുഭവിക്കുന്നുണ്ട്. അന്ന് മർദ്ദനം ചെറുപ്പത്തിലാണ്, അതന്ന് എവിടെയും കാണില്ല. അതിനെ അതിജീവിക്കാനൊക്കെയുള്ള ആരോഗ്യമുണ്ട്. പക്ഷേ കുറച്ച് പ്രായം ചെല്ലുമ്പോൾ അന്ന് ശരീരത്തിൻ്റെ ഉള്ളിലെല്ലാം ആന്തരിക അവയവങ്ങൾക്കെല്ലാം പറ്റിയ പരിക്കുകളുടെ എല്ലാ ദുരിതവും ആരോഗ്യ പ്രശ്നങ്ങളും ഇപ്പോൾ പിണറായി അഭിമുഖീകരിക്കുന്നുണ്ട്. കറുത്ത അധ്യായങ്ങളായ 17 മാസങ്ങളുടെ അനുഭവമാണ് പിന്നീട് വന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി നേരിട്ട പരാജയമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഏറ്റവും പ്രത്യേകത എന്താണെങ്കിൽ 17 മാസം കൊണ്ട് ജനാധിപത്യത്തെ സസ്പെൻഡ് ചെയ്ത ഇന്ദിരാഗാന്ധിയെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് റായ്ബറേലിയിൽ പരാജയപ്പെടുത്തി. 1977 ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കി. നെഗറ്റീവ് ആസ്പെക്ട്സ് ഉണ്ടായി. ജനങ്ങൾ അത്രമാത്രം ഡെമോക്രസിയെയും ഭരണഘടനയെയും എന്തുമാത്രം കാത്തുസൂക്ഷിച്ചവരാണ് ഇന്ത്യയിലെ ജനത എന്ന് 1977 ഇന്ത്യയിലെ ജനങ്ങൾ കാണിച്ചത്. അതാണ് ഇന്ത്യൻ ജനതയുടെ കരുത്ത്. അതുകൊണ്ടാണ് ഡെമോക്രാറ്റിക് ആയിട്ട് ഇന്ത്യ നിൽക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ ഡെമോക്രാറ്റിക് അല്ല. പാകിസ്ഥാനിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയും 5 കൊല്ലം പൂർത്തിയാക്കിയിട്ടില്ല. പക്ഷെ പട്ടാള ഭരണാധികാരികൾ ഒരാൾ 11 കൊല്ലം, മറ്റൊരാൾ 13 കൊല്ലം ഭരിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ ഭരണവ്യവസ്ഥയെക്കുറിച്ചുള്ള അഭിപ്രായം പങ്കുവെക്കാനും എം ഹംസ മറന്നില്ല. ഇനി രക്ഷപ്പെടുത്തേണ്ടത് നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് ഇന്ത്യ രക്ഷപ്പെടും. ഇന്ദിരാഗാന്ധി ചെയ്ത അടിയന്തരാവസ്ഥ ചെയ്തതുപോലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും എല്ലാ ഭരണഘടനാപരമായ എല്ലാറ്റിനെയും തകർത്ത് തരിപ്പണാക്കിയിട്ട് പുതിയ രീതിയിൽ ഏകാധിപതിയായിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി. ഫെഡറൽ സിസ്റ്റം തകർത്തു, ഡെമോക്രാറ്റിക് സിസ്റ്റം തകർത്തു, സെക്യുലറിസം തകർത്തു, കോടതിയെ വെല്ലുവിളിച്ചു, ഇലക്ഷൻ കമ്മീഷന്റെ സർവതന്ത്ര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി. ഏറ്റവും പ്രധാനം എന്താ വെച്ചെങ്കിൽ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തയാളും വോട്ട് ചെയ്തവരെക്കാൾ കൂടുതൽ ആൾ വോട്ട് എണ്ണുന്നുണ്ട്. അരനൂറ്റാണ്ടുകൾക്കപ്പുറവും ആ കറുത്ത ദിനങ്ങളുടെ ഓർമ്മയിലാണ് ഇന്ത്യ.